ഞാൻ എഴുതാൻ ലേഖനങ്ങളൊക്കെ എഴുതാറുണ്ട്, അത്യാവശ്യം ലേഖനങ്ങൾ എഴുതാറുണ്ട്. ഒരു നോവൽ എഴുതണമെന്നുള്ള ആശയം എൻ്റെ മുമ്പിലുണ്ട്, ഒരാശയം എൻ്റെ മനസ്സിലുണ്ട്. ആ ആശയം രൂപപ്പെട്ട് വരുന്നേ ഉള്ളൂ. ബെന്യാമിനെ ഒന്നും വെല്ലുവിളിക്കാനല്ല, നമ്മുടെ ഒരു ആശയം എൻ്റെ മനസ്സിലുണ്ട്. നമ്മുടെ കഞ്ഞിയിൽ പാറ്റ ഇടാൻ തന്നെയാണെന്ന് നമുക്കറിയാം. അതൊന്നുമല്ല. അത് നമ്മുടെ മാതൃഭൂമിയുടെ MD നമ്മുടെ സേസിനോട് പറഞ്ഞപ്പം അത് ഞങ്ങളിറക്കും എന്നോട് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടൊരു ആശയം എൻ്റെ മനസ്സിലിങ്ങനെ രൂപപ്പെട്ട് വരുന്നുണ്ട്. അതൊരു പ്രവാസവുമായി ഒക്കെ ബന്ധപ്പെട്ട ഒരു ആശയമാണ്. അത് നോക്കട്ടെ, എഴുതാൻ പറ്റുമോ നോക്കാം. തീർച്ചയായിട്ടും ഇത്രയും വായനാ പാരമ്പര്യമുള്ള ഒരാൾക്ക് നിശ്ചയമായിട്ടും എഴുതാൻ കഴിയുക തന്നെ ചെയ്യുമെന്നാണ് എനിക്ക് ഉറപ്പ്. നമുക്ക് ആ പുസ്തകത്തിന് വേണ്ടി ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുന്നു ഞങ്ങൾ ഓരോരുത്തരും. ജീവചരിത്രം എഴുതാൻ ശ്രമിക്കുകയാണെങ്കിലോ? ജീവചരിത്രം എഴുതാൻ ശ്രമിക്കുകയാണെങ്കിൽ എനിക്ക് രാജീവ് ഗാന്ധിയുടെ ജീവചരിത്രം എഴുതാനാണ് താല്പര്യം. ഇപ്പോൾ ഞാൻ രാഹുൽ ഗാന്ധിയെ പറ്റി ഒരു ചെറിയ പുസ്തകം ഞാൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഏറ്റവും കൂടുതൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വിമർശന വിധേയനായ ഒരു വ്യക്തിയാണ് രാഹുൽ ഗാന്ധി. പക്ഷേ ഇന്ത്യയിൽ നിന്ന് ഒരു കന്യാകുമാരി മുതൽ കാശ്മീർ വരെ കാൽനടയായി യാത്ര ചെയ്ത് ജനങ്ങളെ കണ്ട് ജനങ്ങളുമായി സംബന്ധിച്ച് മുന്നോട്ട് പോയ, സാധാരണ അത് ചെറിയ കാര്യമല്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം, ഏതൊരു വ്യക്തിയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളോട് നിങ്ങൾക്ക് എതിർപ്പുണ്ടാകാം, അല്ലെങ്കിൽ അനുകൂലിക്കാതിരിക്കാം. പക്ഷെ ഇത്രയും ഒരു ക്ഷമ, ഇത്രയും ഒരു അധ്വാനം, ഇത്രയും ഒരു കാഴ്ചപ്പാട് ഇന്ത്യയിൽ ഒരു വ്യക്തിക്ക് ഉണ്ടാകുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അപ്പോൾ അദ്ദേഹത്തെ പറ്റി ഒരു പുസ്തകം ഞാൻ ഹിന്ദിയിലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നീട് അത് മലയാളത്തിലേക്ക് കൂടി കൊണ്ടുവരിക എന്നുള്ളത് ഒരു ഉദ്ദേശം എൻ്റെ മനസ്സിലുണ്ട്. പക്ഷെ അത് വൈകാതെ ഹിന്ദിയിൽ പുറത്തിറക്കണം എന്നുള്ളതാണ് എൻ്റെ ആശയം.